ടെലി സ്ക്വയറിൻ്റെ പാചകപ്പുരയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് വെച്ചാൽ പാൽപ്പാട നമ്മൾ പലപ്പോഴും വെറുതെ കളയാറാണ് പതിവ്. പലരും കുട്ടികളൊന്നും കഴിക്കാറില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അത് അരിച്ചിട്ട് ആ പാട അങ്ങ് ദൂരെ കളയും. അങ്ങനെയാണ് ചെയ്യുന്നത്. പക്ഷേ ആ പാൽപ്പാടയിൽ നിന്ന് നല്ല ശുദ്ധമായ നെയ്യ് എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ പരിചയപ്പെടുത്തുന്നത്. അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ പാലരിക്കുന്നു. കണ്ടോ, അതെ ഇത്രയും പാൽപ്പാട ഉണ്ട്. കണ്ടോ, ഈ പാൽപ്പാട എന്താ ചെയ്യുന്നത്, കളയും സാധാരണ. അപ്പോൾ എന്ത് ചെയ്യണം, ആദ്യം നമ്മൾ ഇച്ചിരി തൈരെടുത്തിട്ട് ഒരു കുപ്പിയിലേക്ക് ആ തൈര് നമ്മൾ ആദ്യം ഒഴിക്കും. എന്നിട്ട് പിന്നെ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ അരിച്ചു വെച്ച പാൽപ്പാട ഉണ്ടല്ലോ, ആ പാൽപ്പാട നമ്മൾ ഈ തൈരിൻ്റെ മുകളിലേക്ക് ഒഴിക്കും. കണ്ടല്ലോ, ഏകദേശം 1 സ്പൂൺ തൈര് ആദ്യം ഒഴിക്കുക. എന്നിട്ട് പാൽപ്പാട നമ്മൾ ഒഴിക്കുന്നു. ഇത് നേരെ നമ്മൾ ഫ്രിഡ്ജിലെടുത്ത് സൂക്ഷിക്കണം. തൈര് ഒഴിക്കുന്നത് നമ്മൾ ഈ വെക്കുന്ന പാൽപ്പാട ചീത്തയാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഈ ഒറ്റ പ്രാവശ്യത്തെ പാൽപ്പാട എടുത്തിട്ട് നമുക്ക് പാലിൻ്റെ പാട എടുത്തിട്ട് നമുക്ക് നെയ്യൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ ദിവസങ്ങളോളം എടുക്കുന്ന പാലിൻ്റെ പാട കുപ്പിയിലെടുത്ത് ശേഖരിക്കുക. അങ്ങനെ ശേഖരിച്ച് നമ്മൾ നേരത്തെ വെച്ചിരുന്നതാണ് ഈ കാണുന്നത്. ഇത് ഏകദേശം 1 മാസത്തോളം കൊണ്ട് ഞാൻ ശേഖരിച്ചതാണ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അതൊരു ചീനച്ചട്ടിയോ എന്തെങ്കിലും ചൂട് കട്ടിയുള്ള പാത്രം എടുത്തിട്ട് ഈ കുപ്പിയിൽ നമ്മൾ നേരത്തെ ശേഖരിച്ച് വെച്ചിരിക്കുന്ന പാൽപ്പാട എടുത്ത് നന്നായിട്ട് തീ കത്തിച്ച് ഉരുക്കണം. പാലിൻ്റെ പാട എടുക്കുമ്പോൾ അതിന് അല്പം പാലൊക്കെ കാണുമല്ലോ, അപ്പോൾ അതും വെള്ളമൊക്കെ ഇങ്ങനെ വിട്ട് കിടക്കും. അത് നമ്മൾ എടുത്ത് നന്നായിട്ട് ഉരുക്കണം. ഉരുക്കുക എന്ന് പറഞ്ഞാൽ തിളപ്പിച്ച് വറ്റിക്കുക. നന്നായിട്ട് തിളപ്പിച്ച് വറ്റിക്കണം. കണ്ടോ, അത് വറ്റി അവസാനം ഒരു മഞ്ഞ നിറം വരുന്നത് കണ്ടല്ലോ. അത് നെയ്യാണ്. അത് വെള്ളവുമായിട്ട് കിടക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുക്കുമ്പോഴാണ്, അല്ലെങ്കിൽ അടി പിടിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ പിടിക്കില്ല, എന്നാലും നമ്മൾ ഇളക്കി കൊടുക്കുക. കുറച്ച് നേരം എടുക്കും, നന്നായിട്ട് വറ്റണം. ഇത് കുറച്ച് നേരം എടുക്കും. അത് നന്നായിട്ട് തിളപ്പിക്കണം. തിളച്ച് വറ്റണം. കണ്ടോ, നമ്മളിതെന്തിനാണ് കാണിക്കുന്നതെന്ന് അറിയാമല്ലോ, ഇങ്ങനെ തിളച്ച് വറ്റണമെന്നൊക്കെ. അത് നിങ്ങളറിയാൻ വേണ്ടിയിട്ടാണ്. ചുമ്മാ നമുക്ക് നെയ്യ് കിട്ടത്തില്ല. അങ്ങോട്ട് തിളച്ചാൽ ഉടനെ നന്നായിട്ട് തിളച്ച് വറ്റി അതിനകത്ത് നെയ്യ് അല്ലാത്ത ചില അവശിഷ്ടങ്ങളുണ്ട്, അത് വേർതിരിയണം. അതിന് വേണ്ടിയിട്ടാണ്. കണ്ടോ, അത് ഏകദേശം വറ്റി. കണ്ടോ, നെയ്യ് കാണുന്നുണ്ടോ? കണ്ടോ, നല്ല ശുദ്ധമായിട്ടുള്ള നെയ്യാണ്. നമ്മൾ വെറുതെ ഇതിപ്പം ഞാൻ ദൂരെ കളഞ്ഞിരുന്നെങ്കിൽ ഇത് എങ്ങനെ ഇരിക്കും, നമുക്ക് സൂക്ഷിച്ച് വെച്ചുകൊണ്ടാണ്. കണ്ടോ, അതിങ്ങനെ നല്ല ബ്രൗൺ നിറത്തിൽ വരണം. കണ്ടോ, ഇത് കണ്ടോ, നെയ്യ്, ശുദ്ധമായ നെയ്യ്. നമ്മളിപ്പോൾ ഈ ഒരു പരുവം എത്തുമ്പോൾ, ഏകദേശം ബ്രൗൺ നിറം എത്തുമ്പോഴത്തേനും നമ്മൾ തീ ഓഫ് ചെയ്യണം. തീ ഓഫ് ചെയ്തിട്ട് കണ്ടോ, ചൂടോടെ തന്നെ അരിച്ചെടുക്കണം. കാരണം ആ നെയ്യും അതിനകത്തെ പിന്നെ കക്കൻ എന്നാണ് പറയുന്നത്, ആ മിച്ചം കിടക്കുന്ന സാധനം, അതും അതിനകത്തോട്ട്, അല്ലെങ്കിൽ ചൂടോടെ അരിച്ചില്ലെങ്കിൽ എന്നാ പറ്റുന്നതെന്ന് ചോദിച്ചാൽ അതിലേക്ക് വീണ്ടും ഈ നെയ്യ് കയറി പിടിക്കും. അപ്പം ചൂടോടെ തന്നെ നമ്മൾ ഇത് അരിച്ചെടുക്കണം. കണ്ടോ, അരിച്ചെടുക്കുമ്പോൾ കാണാം നമുക്ക് എന്തുമാത്രം വെറുതെ കളയുന്ന പാൽപ്പാടയിൽ നിന്ന് എത്രമാത്രം നെയ്യാണ് നമുക്ക് കിട്ടുന്നതെന്നുള്ളത്. കണ്ടോ, ഇതാണ് അതിൻ്റെ കക്കൻ എന്ന് പറയുന്നത്. ചിലർ ഈ കക്കനും കളയത്തില്ല. ഇത്രയും ബ്രൗൺ നിറം ആകുന്നതിന് മുമ്പ് തന്നെ ഊറ്റിയെടുത്തിട്ട് ചിലർ അതിനകത്ത് പഞ്ചസാരയൊക്കെ ചേർത്ത് പേട പോലെയുള്ള മിഠായികൾ ഉണ്ടാക്കാറുണ്ട്. ഇപ്പം ഞാനങ്ങനെ ചെയ്യുന്നില്ല. ഇനി ഒരു ദിവസം അത് നമുക്ക് വീഡിയോയിലിട്ട് കാണിക്കാം. കണ്ടല്ലോ, നെയ്യ് കണ്ടോ അല്ലേ? നമുക്ക് പുറത്തുനിന്നൊക്കെ പലപ്പോഴും കിട്ടുന്നത് വ്യാജമായ നെയ്യൊക്കെയാണ്. അപ്പം നമ്മൾ ചുമ്മാ കളയുന്ന പാൽപ്പാടയിൽ നിന്നും നല്ല അടിപൊളി, അല്ല ഇതിൻ്റെ സ്മെല്ല് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. അതങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക. നിങ്ങൾ ആരും ഇനി ഈ പാൽപ്പാട കളയാതിരിക്കുക. ഇതുപോലെ ആദ്യം മാത്രം തൈര് ഒഴിച്ചാൽ മതി. പിന്നെ അത് ഫ്രിഡ്ജിലോട്ട് വെച്ചിട്ട് പാൽപ്പാട കിട്ടുമ്പോൾ അതിലേക്ക് ശേഖരിച്ചാൽ മതി. കണ്ടോ, അങ്ങനെ ശേഖരിച്ച് കളയാതെ വെച്ചതിനകത്ത് കണ്ടോ, നെയ്യ് കണ്ടോ, നല്ല ശുദ്ധമായ നെയ്യാണ്. നിങ്ങളെല്ലാവരും ഇത് പരീക്ഷിക്കണം കേട്ടോ. ആരും ഇനി പാൽപ്പാട
വെറുതെ കളയരുത്. വെറുതെ പോകുന്ന പാൽപ്പാടയിൽ നിന്ന് നോക്കൂ എത്രമാത്രം നെയ്യാണ് കിട്ടിയെന്ന്. കണ്ടല്ലോ. നമുക്കൊരു നല്ലൊരു കുപ്പിയിലേക്ക് ഒഴിച്ചെടുത്ത് സൂക്ഷിച്ച് കുഞ്ഞു പിള്ളേർക്കൊക്കെ കൊടുക്കാമല്ലോ നമുക്ക് ധൈര്യമായിട്ട്. കടയിൽ നിന്ന് വാങ്ങിക്കാതെ നമ്മുടെ കുഞ്ഞു പിള്ളേർ തന്നെയാണ് ഈ പാലിനകത്ത് പാട എടുക്കാത്തത്. നോക്കിയേ, ഒരു മാസത്തോളം ഞാൻ ശേഖരിച്ച് വെറുതെ കളയാമായിരുന്ന പാൽപ്പാടയിൽ ഏകദേശം 30 ഗ്രാമോളം നെയ്യ് കിട്ടിയിട്ടുണ്ട്. കണ്ടോ. അപ്പോൾ കൂടുതൽ പാൽപ്പാടയുണ്ടെങ്കിൽ അതുപോലെ നമ്മൾ വീട്ടിൽ വാങ്ങിക്കുന്ന പാലിൻ്റെ അളവ് പോലെ ഇരിക്കും. അപ്പോൾ ഞങ്ങളുടെ പാചകപ്പുരയിലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കാണുമല്ലോ. അപ്പോൾ ഇത് നമ്മൾ തണുപ്പിച്ച് കഴിയുമ്പോഴേക്കും കണ്ടോ, ഇതാണ് നമ്മുടെ നെയ്യ്. കണ്ടല്ലോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുമല്ലോ. അപ്പോൾ ഞങ്ങൾക്ക് ഇതുപോലെയുള്ള വീഡിയോസ് നിങ്ങളിലേക്ക് എത്തിക്കണമെങ്കിൽ ഞങ്ങളുടെ ചാനൽ ടെലി സ്ക്വയർ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ഇത് ഷെയർ ചെയ്യണം. അപ്പം ഇനി വീണ്ടും നമ്മൾ കാണുമ്പോഴേക്കും എല്ലാവർക്കും നന്ദി.